അണ്ടർ 17 ഫുട്ബോൾ ലോകകപ്പ് ടിക്കറ്റ് വിൽപ്പനയിൽ കൊച്ചി പിന്നിലെന്ന് സംഘാടകർ. മത്സരത്തിന്റെ സംഘാടനം വിലയിരുത്തിയ ടൂർണമെന്റ് ഡയറക്ടർ ഹവീർ സെപ്പി സ്റ്റേഡിയത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകാനുണ്ടെന്നും പറഞ്ഞു. കൊൽക്കത്തയിലും ഡൽഹിയിലും ഗുവാഹത്തിയിലും വിൽപ്പന തുടങ്ങി മണിക്കൂറുകൾക്കകം ടിക്കറ്റ് വിറ്റുതീരുകയാണ്. ഫിഫ വെബ്സൈറ്റ് വഴിയുള്ള ടിക്കറ്റ് വിൽപ്പനയോട് കൊച്ചിയിലെ കാണികൾ സംഘാടകർ പ്രതീക്ഷിച്ച പോലെ ആവേശപൂർവ്വമല്ല പ്രതികരിക്കുന്നത്. ആദ്യ 2 ഘട്ടത്തിലും കൊച്ചിയിൽ വിൽപ്പനയ്ക്ക് വെച്ച എല്ലാ ടിക്കറ്റുകളും വിറ്റുതീർന്നു. എന്നാൽ 3ാം ഘട്ടത്തിൽ ടിക്കറ്റ് വിൽപ്പനയിൽ കാര്യമായ പുരോഗതിയില്ല. വിറ്റുതീർന്നാലും ഇല്ലെങ്കിലും സ്റ്റേഡിയത്തിൽ ടിക്കറ്റ് കൗണ്ടർ വേണ്ടെന്നാണ് സംഘാടകരുടെ തീരുമാനം. എന്നാൽ ബ്രസീലും സ്പെയിനും തമ്മിൽ കൊച്ചിയിൽ നടക്കുന്ന മത്സരത്തിന്റെ ടിക്കറ്റുകൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. By match day is not bought. Okay. We are not some other type of tournaments where we just let people in. Yeah. We care about people. We care about their safety. We care about their security. So very clear guidelines. There's no ticket sales. Definitely not here. Definitely not on the stadium. So this is also very important for everybody, all football fans, because they have a knack of coming to the stadium even if they don't have tickets. If you don't have a ticket, don't come to the stadium. ഒരുക്കങ്ങൾ വിലയിരുത്തിയ ടൂർണമെന്റ് ഡയറക്ടർ പെയിന്റിംഗ്, സൗന്ദര്യവൽക്കരണം, സ്റ്റേഡിയത്തിന് പുറത്ത് വിളക്കുകൾ സ്ഥാപിക്കൽ തുടങ്ങിയ ജോലികൾ പൂർത്തീകരിക്കാനുണ്ടെന്നും പറഞ്ഞു. മീഡിയ 1 കൊച്ചി.